ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് വിശേഷം? ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് 2ആണ്. അവിടെ നാട്ടിലൊക്കെ ഇന്ന് നോമ്പ് 1ആണ് അല്ലേ? ഇന്ന് നമ്മൾ പത്തിരിയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി 2 റെസിപ്പി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നാലേ ആ റെസിപ്പിൻ്റെ സീക്രറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നല്ല അടിപൊളി സീക്രറ്റാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ പത്തിരി നന്നാവില്ല എന്ന് പറയുന്ന സീക്രറ്റാണ്. ഒരു സ്പൂണ് ഓയിലില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ല പത്തിരി നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റി ആവും കേട്ടോ പത്തിരി. വെള്ളം നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച പത്തിരിയുടെ ഞാനിവിടെ 3 ഗ്ലാസ്സാണ് പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പത്തിരി എല്ലാവരും നന്നായിട്ട് വേവണം, വേവാതിരിക്കരുത്. നമ്മൾ മിക്സിങ് കൂടെ ഉണ്ട് ഒരു പ്രധാന കാര്യമാണ്. കാരണം പത്തിരിൻ്റെ പൊടി എല്ലായിടത്തും വെന്തിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തരി പോലെ വരും, ഒരു കുരു പോലെ വരും. അങ്ങനെ ആകുമ്പോൾ പത്തിരി പൊട്ടിപ്പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പത്തിരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈവനിങ് സ്നാക്സിനുള്ള ഐറ്റം തയ്യാറാക്കാം. നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സവാള, തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, മുളക്, പിന്നെ ക്യാപ്സിക്കം. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ചായിട്ട് നമുക്ക് കുറേ വേവണ്ട. കാരണം നമ്മൾ ആവിയിലാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും കുറേ വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം, ഒരു ഹാഫ് വേവാക്കിയിട്ട് എടുക്കാം. അപ്പം എല്ലാം ഒരുമിച്ച് നമുക്ക് ഇട്ടാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊന്നും ഓയിലല്ല ഉണ്ടാക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കണം. ഈ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന മൈദയിലും കുറച്ച് ഉപ്പിടുമല്ലോ. അപ്പം കുറേ ഉപ്പിടണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇടണം. ഉപ്പൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ഒരു ഹാഫ് വേവ് ആവട്ടെ. എല്ലാതും ഒന്ന് കുഴഞ്ഞ രൂപത്തിലാവാം, കുറേ കുഴയണ്ട, നേരിയ ഒരു ഇതിലാവട്ടെ. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണ്, നല്ല സ്മെല്ലാണ്. ഇതിന്റെ റെസിപ്പി വേണവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നല്ല അടിപൊളി ഗരം മസാല ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലേന്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ കുറച്ച് മതി, കുറേ വേണ്ട. ചിക്കൻ മസാലയാണ് കേട്ടോ അടുത്തിടുന്നത്. നല്ലൊരു ടേസ്റ്റ് ആവും ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല ഒക്കെ അവിടെ തയ്യാറാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിച്ചത് ക്രഷ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ചെറിയതായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എല്ലിന്റെ പീസൊന്നും പെടാണ്ട് വേണം. നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രം മതി. എല്ലാം എന്തിട്ടുണ്ടെങ്കിൽ കടിക്കും, അപ്പം അതൊരു ടേസ്റ്റ് കുറവാകും. ചിക്കൻ ക്രഷ് ചെയ്യുന്നതിലേക്ക് ഞാനൊരു കുറച്ച് ഒരു 3-4 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തിരിച്ചാൽ മതി കേട്ടോ. അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മള് എല്ലിന്റെ പീസ് എന്തെങ്കിലും പെട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതങ്ങോട്ട് മാറ്റിയെടുക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ മസാലയും ചിക്കനും കൂടെ ഒരുമിച്ച് നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടണം, ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സ്നാക്സിനുള്ള ചിക്കൻ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ അതിൻ്റെ മാവ് തയ്യാറാക്കണം. അപ്പം അത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനൊരു 2 ലെയറിനുള്ള മാവാണ് എടുക്കുന്നത്. ഇഡലിക്കൊക്കെ ഉണ്ടാക്കൂലേ മാവ്, ആ ഒരു ഇതാണ് വേണ്ടത്. കുറേ ലൂസാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. വെള്ളം കൊണ്ട് മിക്സ് ചെയ്യരുത്, പാല് കൊണ്ട് മിക്സ് ചെയ്യണം. അപ്പം ആവശ്യത്തിനുള്ള പാലെടുക്കുക മിക്സ് ചെയ്യാനുള്ള.
ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി. അത് കുരുമുളക് പൊടിക്കുകയാണെങ്കിൽ നന്നായി, ഇനി പൊടിയാണെങ്കിൽ നോ പ്രോബ്ലം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ, വെള്ളമല്ല പാല് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, ലൂസ് ആവരുത്, അതുപോലെ തരിയും പെടരുത്. നല്ല ലൂസും അല്ല നല്ല കട്ടിയല്ല, ആ ഫോളൊക്കെ ഉള്ള തയ്യാറെടുപ്പ് ചെയ്യാം. അത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നമുക്ക് അടി പിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം അതെല്ലാം എടുത്ത് എന്ത് ചെയ്യണം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക. 2 ലെയറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാം. നല്ലോടത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ആഡ് ചെയ്തതിനു ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതേപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. തീ എപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. വളരെയധികം ശ്രദ്ധിക്കണം അത്. ഞാൻ 2 ലെയർ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഇവിടെ വലിയ കുറേ ലെയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അത് കാരണമാണ് ഞാൻ 2 ലെയറിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ശേഷം നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വേവാൻ എന്തായാലും 20 മിനിറ്റ്സ് പിടിക്കും. അടി നല്ല നൈസായിട്ടുള്ള പാത്രമാണെങ്കിൽ അടിയിൽ വലിയ പാത്രം വെച്ചിട്ട് വേവിക്കുക. അത് കട്ടിയുള്ളതാണെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ്. പത്തിരിക്ക് തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ, അത് ചൂടാറിയതിനു ശേഷം നേരെ ചൂടോടെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്താലേ നമുക്കൊരു തരിയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചൂടോട് കൂടിയിട്ടും വളരെ ചൂട് കുറഞ്ഞിട്ടും കുഴച്ചെടുക്കരുത്. നേരെ ചൂടോടെ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് പിന്നെ നടുവിലൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. കറിക്കുള്ള തേങ്ങയാണ് നെക്സ്റ്റ് ചിരകി തരുന്നത്. നമുക്ക് 3 പേർക്കുള്ള തേങ്ങ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി മുട്ടക്കറിയാണ്. മുട്ട പൊരിച്ചിട്ട് വറുത്തരച്ച തേങ്ങ വെച്ചിട്ടുള്ള കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയുള്ളൊരു കറിയാണ്. ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് പെരുംജീരകം കൂടെ വേണം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഒരു മുട്ട എടുക്കണം. ഞാൻ 4 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ഇടരുത്, അതേപോലെ പച്ചമുളക് ഇടരുത്. കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മുട്ട ചെറിയ പീസാക്കിയിട്ട് വെക്കണം. വളരെ കുഞ്ഞു പീസല്ല, ഒരു മീഡിയം ലെവലിൽ പീസാക്കിയത് നമുക്ക് കറിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ പീസാകുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇനി കറി ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കുക. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി ബ്രൗൺ കളറാകുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ കരിയാണ്ട്
നോക്കുക മാക്സിമം, കരിഞ്ഞവന് ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സവാളയാണ്. സവാള ഒരു ചെറിയൊരു സവാള ഞാൻ എടുത്തിട്ട്, വലിയതല്ല, ഒരു കുഞ്ഞൊരു സവാള എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതേപോലെ ചെറിയൊരു തക്കാളി 2 ഭാഗം 3 ഭാഗം ആക്കുക. അതിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറേ വേണ്ട, അപ്പോൾ പുളി കൂടും. ഇതൊരു നേരിയ ഒരു പുളിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ, വറുത്തെടുത്ത തേങ്ങ, അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ. ഒരു തരി പോലും ഉണ്ടാവില്ല. തരിവൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തിളക്കരുത്, തിളച്ച് മറിയേ ചെയ്യരുത്. നമ്മളെ കറി നന്നായിട്ട് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങ ഇങ്ങനെ വിട്ട് പിരിഞ്ഞു പോകും. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും തിളക്കരുത്. പിന്നെ നമ്മൾ ആദ്യം ചെറിയ ചെറിയ പീസാക്കി വെച്ചിരുന്ന എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. വേറെ ഒന്നുമില്ല, നന്നായിട്ട് അടച്ചു വെക്കുക. അതായത് തിളച്ച് മറയാൻ സമ്മതിക്കരുത്. അത് പ്രത്യേകം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോയി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അത് എല്ലാം എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് അതെന്തായാലും ശ്രദ്ധിക്കണം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റാണ്. മല്ലിച്ചപ്പ് പൊതുവേ ഒരു ടേസ്റ്റായ സംഭവമാണല്ലോ, അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി വറുത്തരച്ച എഗ്ഗ് കറി തയ്യാറായിട്ടുണ്ട്. പത്തിൻ്റെ കൂടെ ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും ഒരു ദിവസം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ പോളയാണ്. ചിക്കൻ പോള നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട്, അടിയൊന്നും കരിയാണ്ട് നേരിയ ബ്രൗൺ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ മൊസല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നുപോയതല്ല, ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല. അപ്പോൾ അത് കാണിക്കാം. അത് ജസ്റ്റ് നിങ്ങൾ മേലൊന്ന് വിതറി കൊടുത്താൽ മതി മൊസല്ല ചീസ്. അപ്പോൾ അതും കൂടെ ഞാൻ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചാനലിലേക്കുള്ള വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി, ഇനിയിപ്പോൾ അത് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും. അവനോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നമുക്ക് പുറത്തുനിന്നിട്ട് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ലല്ലോ. നിങ്ങളും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് അത് കമൻറ്റായി പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം വരിക. അപ്പോൾ നല്ല ട്രൈ ചെയ്യുക. നല്ല എരിവും ഒക്കെ ഉണ്ടാവും, കാരണം നമ്മൾ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവും നല്ല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഈവനിങ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് കളർ വെള്ളമൊന്നുമല്ല, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെയായിട്ട് ഞാൻ കൊടുക്കാം എന്താണ്. അപ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. ഈ വെള്ളത്തിലേക്ക് എന്തായാലും മിൽക്ക് മെയ്ഡ് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം, ഈ സിറപ്പിലേക്ക്. പിന്നെ വെള്ളത്തിന് പകരം നമ്മൾ പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കണം, മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഹസ്ബൻഡ് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ഷീണമൊക്കെ കുറയുമെന്നാണ് പറയുക ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു നോമ്പ് തുറ വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു നോമ്പ് തുറയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.